നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഷാദികളായിട്ടുള്ള 12 രാശികളുടെ ഡിസംബർ 7 ഞായറാഴ്ച മുതൽക്ക് 13-ാം തീയതി ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ്. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറ് ലിയോ എന്നാണ് അതിന് പറയുക. ഗ്രഹസ്ഥിതി അനുസരിച്ച് ലഗ്നത്തിലാണ് കേതു, 4-ൽ സൂര്യനും ബുധനും ശുക്രനുമാണ്, 5-ൽ ചൊവ്വയാണ്, 11-ൽ വ്യാഴമാണ്, 7-ൽ രാഹുവാണ്, 9-ൽ ശനിയുമാണ്. ഇതാണ് ഗ്രഹസ്ഥിതി അവരുടെ. കുടുംബകാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകാം. അതായത് ഗൃഹങ്ങൾ, അവരവരുടെ വീടുകളും മറ്റും പുതുക്കലിന് കാരണമാകും, അഥവാ അതിനുവേണ്ടി ആലോചിക്കുകയും ചെയ്യും. ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പാടുകൾ, അതായത് സ്ഥലസംബന്ധമായിട്ടുള്ള കച്ചവടങ്ങളും ഒക്കെ നടത്തുന്ന, റിയൽ എസ്റ്റേറ്റ് മറ്റും നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക്. ഉത്തരവാദിത്തങ്ങൾ, ജോലിയിലും കരിയറിലും മറ്റുമൊക്കെ, ബിസിനസ്സിലും മറ്റുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടാകാം, അത് വർദ്ധിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബപരമായിട്ടുള്ള ബന്ധം ശക്തമാക്കാൻ സമയം അവർ കണ്ടെത്തണം. അതായത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെ ശ്രമിക്കണം. അല്ലെങ്കിൽ ചില പൊട്ടലും ചീറ്റലുമൊക്കെ കുടുംബജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ കുറച്ച് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്കെങ്കിലും വരാനുള്ള സാധ്യത പറയേണ്ടതാണ്. അതാത് സമയത്ത് വേണ്ട മരുന്നുകൾ, ഡോക്ടർമാരെ കാണുക മുതലായിട്ടുള്ള കാര്യങ്ങളും വളരെ ആവശ്യമാണ്. ഇവർക്ക് ഈ ആഴ്ച പ്രത്യേകമായിട്ട് അവരവരുടെ ധർമ്മദൈവം ആയിട്ടുള്ള ഭദ്രകാളി അഥവാ ദുർഗ ഒക്കെ ക്ഷേത്രദർശനം നടത്താം. അതുപോലെ തന്നെ സപ്തശതി പാരായണം, ദുർഗാ സപ്തശതി പാരായണവും അനുകൂലമായിട്ടുള്ള കാര്യമാണ്. 17-ാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ്. എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജുവിനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വരഭജനം ചെയ്യുകയും, വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്താഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജുവിനേഷൻ നടത്തുന്ന കാലമാണ് ഈ മണ്ഡലവ്രതകാലം. അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട്, അത് ഏത് രാശിയാകട്ടെ, ഏത് നക്ഷത്രക്കാരനാകട്ടെ, ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം, ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ. അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും.